ജന്മകൽപ്പനയിൽ കഥ വമ്പൻ വഴിത്തിരിവിലേക്ക്. അതേ പ്രേക്ഷകരെ, നമ്മുടെ ആകാശ് രണ്ടും കൽപ്പിച്ച് നമ്മുടെ അശ്വിന്റെ മുന്നിൽ വെച്ചാട്ടോ നമ്മുടെ പ്രീതിയെ പ്രപ്പോസ് ചെയ്യുന്നത്. നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് നമ്മുടെ അശ്വിന്റെയും ലാവണ്യയുടെയും എൻഗേജ്മെന്റ് ഷോപ്പിങ്ങിനിടയിൽ നമ്മുടെ ആകാശ് നമ്മുടെ പ്രീതിക്ക് വേണ്ടി എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ മേടിച്ച് പൊതിഞ്ഞ് നമ്മുടെ അശ്വിനെയും കൂട്ടി നമ്മുടെ പ്രീതിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രുതിയും ഉണ്ടാവട്ടെ കൂടെ. എന്നിട്ട് ഇവരുടെയും നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും മുന്നിൽ വെച്ചാണ് നമ്മുടെ ആകാശ് നമ്മുടെ പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ കെട്ടാൻ പറ്റുമോ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ മനസ്സ് തുറന്ന് പറയുകയും ആ ഗിഫ്റ്റ് നമ്മുടെ പ്രീതിക്ക് കൈമാറുകയും ചെയ്യുന്ന രംഗങ്ങൾ. അപ്പോൾ നമ്മുടെ അശ്വിൻ ഇങ്ങനെ വായുമ്പോളിച്ചിരിക്കുക, ദൈവമേ ഇത്ര ധൈര്യമോ, എനിക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ടായിട്ട് അതും ഇതുവരെ പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ഇവനാൾ കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ കട്ടക്കളിപ്പാണ്. ശ്രുതി നമ്മുടെ പ്രീതിയും അവിടെ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശ്രുതിയുടെ മനസ്സിൽ ഇനി അവിടെ വരാൻ പോകുന്ന ഒരു ഭൂകമ്പം തന്നെയായിരിക്കും. നമ്മുടെ ആകാശം പ്രീതിയുടെ കല്യാണം കഴിഞ്ഞാൽ സ്വന്തം ചേച്ചിക്ക് ആ വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. മനോരമ ഒരിക്കലും സമാധാനം കൊടുക്കില്ലെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയാം. ആ ഒരു ദേഷ്യവും സങ്കടത്തിലും ആയിരിക്കാം നമ്മുടെ പ്രീതിയെ നമ്മുടെ ശ്രുതി അവിടെ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെ കഥയായി തീരും. നമ്മുടെ അശ്വിൻ ശ്രുതി അവരെപ്പോഴായിരിക്കും ഇനി തുറന്നു പറയാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.